ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ശ്രദ്ധ എൻ്റെ വാക്കുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനൊരു ദൗത്യം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ദൗത്യം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ ഓരോ വീഡിയോസുകളും നിങ്ങൾ കാണണം. ഞാൻ ഒരു ഷുഗർ രോഗി പ്രയാസപ്പെടുന്നത് എന്തായിരിക്കുമെന്ന് ഞാൻ അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ രൂപത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്. അനുഭവിക്കാത്ത ഒരാളാണ് എങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ തീർച്ചയായും കഴിയുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ അനുഭവിച്ച കാര്യം എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓരോ വീഡിയോസിലും പ്രത്യേകം പറയും. എനിക്ക് അസുഖം വന്നപ്പോൾ, എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് സംഭവിച്ചത് കണ്ണ് പുക മൂടിയതുപോലെ അനുഭവപ്പെട്ടു. ഒന്ന്. രണ്ടാമത്തെ ലക്ഷണം, മിനിറ്റിന് പണിയെടുക്കാൻ കഴിയാതെ മൂത്രമൊഴിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായി. അത് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ രക്തം ചെയ്തത്. രക്തം ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലായത്. 270, 275, 300 അടുത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഞാനത് മനസ്സിലാക്കുകയും ഡോക്ടറെ കാണുകയും ഡോക്ടർ എന്നോട് ഗുളിക എഴുതി കഴിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര ദിവസം കഴിക്കണം? അതിന് മറുപടി തന്നാൽ, നിങ്ങൾ മരിക്കുന്നത് വരെ കഴിക്കണം. എന്താ കാരണം? ഈ ഷുഗർ നിങ്ങൾ ഗുളിക കഴിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വന്ന സ്ഥിതിക്ക് ഇത് കൂടാനേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. ശരി, എന്നാൽ ഈ മരുന്ന് കുടിക്കുന്നത് കൊണ്ട് കുറയുമോ? ഇല്ല, അത് നോർമലാവും. അത്രേ പറയുന്നുള്ളൂ. ഇനി ഗുളികയിൽ നിന്ന് ഗുളിക കൊണ്ട് നിങ്ങൾക്ക് നോർമൽ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേജ് ചെയ്യേണ്ടത് ഇൻസുലിൻ അടിക്കണം. ഇതാണ് എന്നോട് പറഞ്ഞത്. ഞാൻ തീരുമാനിക്കുകയും വീട്ടിലേക്ക് വരികയും മരുന്ന് മേടിക്കാതെ ഞാൻ വീട്ടിലേക്ക് വന്നതിൻ്റെ ശേഷം ഞാൻ നല്ലോണം ഇതിനെ കുറിച്ചൊരു പഠനം ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എന്തെങ്കിലും ഒരു വകുപ്പ് ഇതിനുണ്ടോ, അതോ മരിക്കുന്ന വരെ ഇത് മരുന്ന് കുടിക്കണോ? ആദ്യം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ആദ്യത്തെ ഒരു മാസം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത അത്ര വിഷമത്തിലാണ് എൻ്റെ ഒരു മാസം പോയത്. ഇങ്ങനത്തെ കാര്യം ഞാനിത് പറയാതെ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല. ഷുഗർ രോഗി ആയ ആളുകളാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നത് എങ്കിൽ ആ രോഗികൾക്ക് കൃത്യമായി ഞാൻ പറയുന്ന വിഷമം മനസ്സിലാവും. ഒന്ന്, അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രക്തത്തിൻ്റെ സൈഡ് നമുക്ക് തലയിൽ പോകുന്ന ബ്ലോക്കാകാൻ സാധ്യതയുണ്ട് രക്തം. അതേപോലെ തന്നെ കിഡ്നി പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത്, പെയിൻറ്ററായ സുഹൃത്ത്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ സുഹൃത്തിന് ഇപ്പം സംഭവിച്ചത്, എൻ്റെ വീടൊക്കെ പെയിൻ്റ് അടിച്ച പെയിൻറ്ററാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ചുകൂടെ വ്യത്യാസമുള്ളൂ. ഇന്ന് അവനെ കണ്ടപ്പോൾ അവന് നടക്കാൻ വയ്യ. എന്താ, ഒരു സൈഡ് തരിപ്പാണ്. കണ്ണിൻ്റെ ഇവിടെ അവനക്ക് സ്ട്രോക്ക് വന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ചെറുപ്പക്കാരനായ ചെക്കൻ ആയിട്ടുണ്ട്. അപ്പം എന്താ, കിട്ടണത് മുഴുവൻ വാരി വലിച്ച് നമ്മൾ തിന്നുമ്പോൾ നമുക്ക് അറിയില്ല. ഞാൻ കുറ്റം പറയണില്ല, അറിയില്ല, ആർക്കും അറിയില്ല. അത് കഴിച്ച് വരുമ്പോഴാണ് എന്താണ് മനസ്സിലാകുന്നത്, എന്തേലും ഒരു അസുഖം വരുമ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ബ്ലഡിൽ ഗ്ലൂക്കോസ് കാണുക. അപ്പോൾ ഒന്നുമില്ല, നേരെ വൈകിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നേരത്തെ ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ അവസ്ഥയ്ക്ക് തുടങ്ങുകയാണ്. ഈ കാര്യങ്ങൾ ഞാൻ പറയാതെ നിങ്ങളോട് ഇത് കഴിക്കണം എന്ന് പറഞ്ഞതിൽ എന്താണ് അർത്ഥം? എന്നോട് ഇതേപോലെ തന്നെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് റിസൾട്ട്, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ റിസൾട്ട് ഞാൻ എരുമമുണ്ട ഒരു ക്ലിനിക്കിൽ നിന്നാണ്. അതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത്. കാരണം അവിടെയാണ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈറ്റ് ഉള്ളത്. ആ സൈറ്റിൽ നിന്ന് അടുത്താണ് ഈ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു പോയതിൻ്റെ ശേഷമാണ് അവിടുന്ന് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തത്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ബ്ലഡ് റിപ്പോർട്ട് എനിക്ക് മേടിച്ചാൽ മതി. എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ അത് ചെയ്തു. അത് ചെയ്തപ്പോൾ എൻ്റെ റിസൾട്ട് കിട്ടിയത് എന്താണ്, 70 മുതൽ 140 വരെ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിൻ്റെ അടിയിലുള്ള ഷുഗർ ചെക്ക് ചെയ്താൽ കിട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അളവ്. എൻ്റെ റിസൾട്ട് 123. അപ്പം നോർമലിൻ്റെയും താഴെ. അത് എങ്ങനെ സാധിച്ചു? ഈ ഭക്ഷണ രീതി ഞാൻ തുടർന്നത് കൊണ്ട്.
എന്നാൽ ഈ ഭക്ഷണ രീതി തുടർന്നത് കൊണ്ട് ഒരു 300, 350, 400 രോഗിക്ക് ഈ നോർമൽക്ക് വന്നിട്ട് അവൻ്റെ ജീവിതം നന്നാകുകയാണെങ്കിൽ അവൻ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ എന്താണ് ചെയ്യുക? അപ്പം ഞാൻ ഈ കാര്യം ഒരു രോഗിക്ക് പറഞ്ഞു കൊടുത്താൽ അവൻ അതനുസരിച്ച് അവൻ്റെ രോഗം മാറുകയാണെങ്കിൽ അവൻ അതല്ലേ സന്തോഷം, അവൻ അതല്ലേ നല്ലത്? മരുന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് നിബന്ധന ഉണ്ട്. എന്താണ് നിബന്ധന? നിങ്ങൾ കഴിക്കുന്ന ഗുളിക, നിങ്ങൾ എടുക്കുന്ന ഇഞ്ചക്ഷൻ, അത് നിർത്തിവെച്ചുകൊണ്ട് വേണം പരിപൂർണമായി സത്യസന്ധതയോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഭക്ഷണത്തേക്ക് പ്രവേശിക്കാൻ. ആദ്യത്തെ കണ്ടീഷൻ. കാരണം ചില ആളുകൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ആ ആളും ഈ വീഡിയോ കാണുന്നുണ്ട്, അവരും നിങ്ങളും കാണണം. എന്താണ് പറഞ്ഞത്? എനിക്ക് ചോറ് നിർത്താനുള്ള ഇതില്ല, എനിക്ക് ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതൊരു പ്രയാസമാണ്. കൊല്ലങ്ങളോളായിട്ട് ഗുളിക പഴക്കല്ല അസുഖമാണിത്, ഗുളിക കുടിക്കണമുണ്ട്, അസുഖം മാറിയിട്ടുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരാളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഈ ഗുളിക മാറ്റി വെച്ചുകൊണ്ട് ഞാൻ കാണിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ പ്രവേശിച്ചാൽ 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും. 1 മാസം കൊണ്ട് പരിപൂർണ റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ആ 1 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ സ്വയം ഒരു വിചാരണ നടത്തുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെന്താ? ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇത്ര പ്രയാസമാണ്? ഈ അസുഖം വന്നിട്ട് നിങ്ങൾ കുഴഞ്ഞ് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കിടക്കുക, മരിക്കുന്നത് കിടക്കുക, അതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല, കുഴഞ്ഞുകാണ്ട് ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ നടക്കുക. എത്ര ആളുകളെ നിങ്ങൾ കാണുന്നുണ്ട്. എന്താണ് പ്രശ്നം? ഷുഗർ കയറി, സ്ട്രോക്ക് വന്നു. അത് കണ്ടിട്ടും സിഗരറ്റിൻ്റെ പാക്കിൻ്റെ മേലൊരു അടയാളമുണ്ട്. സിഗരറ്റിൻ്റെ പാക്ക് ഇത് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് അല്ലേ? സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് അല്ലേ? എന്നിട്ടും അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അതേപോലെയാണ് ഇത്. ക്യാൻസർ ഉണ്ടാകുന്ന വ്യക്തമായി ആ കമ്പനി തന്നെ അറിയിക്കുകയും കമ്പനി തന്നെ വലിക്കാൻ തരുകയും ചെയ്യുന്നു. അത് ഞാനൊരു ഇത് പറഞ്ഞെന്ന് മാത്രം. അതേപോലെ നമ്മൾക്ക് വന്ന അസുഖം കൊണ്ട് വരാൻ പോകുന്ന പ്രയാസങ്ങൾ, സ്ട്രോക്ക് വരും, കൈ കടച്ചിലുണ്ടാകും, പെരടി കടച്ചിലുണ്ടാകും, അതേപോലെ തന്നെ കയ്യിന് തരിപ്പുണ്ടാവും, അതേപോലെ തന്നെ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് എവിടേക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല, ഏത് ഭാഗത്ത് തരിച്ചു പോകുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ജീവിതം പോയി. പിന്നെ കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് തരും? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചിലവുണ്ട്. ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അത് മാറ്റാൻ പറ്റും, മാറുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം തെളിവ് എൻ്റേത് തന്നെയാണ്. അത് പറഞ്ഞിട്ടും നിസാരവൽക്കരിക്കുന്ന ഒരുപാടാണ്. എനിക്കത് പ്രശ്നമല്ല. നിങ്ങൾ നിസാരവൽക്കരിച്ചാലും ശരി, ഗൗരവത്തിലെടുത്താലും ശരി, എനിക്ക് യാതൊരു നിർബന്ധമല്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ രക്തം ടെസ്റ്റ് ചെയ്തതിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ സുഹൃത്തുക്കൾ കാണുകയാണ്. അങ്ങാടിയാണ്, എൻ്റെ ബിൽഡിംഗ് സൈറ്റിൻ്റെ നേരെ മുന്നിൽ ഒരു കടയുണ്ട്. അവിടെ ഇരുന്നാണ് സംസാരിക്കുകയാണ് ഞാൻ എൻ്റെ സന്തോഷം പറയുകയാണ്, ഇങ്ങനെ ചെയ്ത് അങ്ങനെ ആവും. അപ്പോൾ അവിടെ നിന്ന് ഒരു സുഹൃത്ത്, പരിചയമുള്ള ആളാണ്, അത് തമാശ രൂപത്തിൽ ഇങ്ങോട്ട് ചോദിച്ചു, എന്താ ഉറപ്പ്? മാറുന്നില്ല, എന്താ ഉറപ്പ്? ഇജ് പറയണ ഭക്ഷണം കഴിച്ചിട്ട് അത് മാറുന്നില്ല, എന്താ ഉറപ്പ്? ഞാൻ പറഞ്ഞു, ശരിയാണ്. ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഗുളിക കുടിച്ചതിൽ തുടങ്ങിയിട്ട് കൊല്ലങ്ങളോളായില്ലേ? ആയി. ഈ ഗുളിക കൊണ്ട് നിങ്ങളെ അസുഖം മാറിയിട്ടുണ്ടോ? ഷുഗർ മാറിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ഉണ്ട്. അപ്പം നിങ്ങൾ ഇന്നോട് ഈ ചോദ്യം ചോദിക്കണക്കാട്ടിലും ആദ്യം കമ്പനിയോട് പോയിട്ടല്ലേ ചോദിക്കേണ്ടി, നിങ്ങളെ ഗുളിക കുടിച്ചിട്ട് എന്താ എനിക്ക് എൻ്റെ ഷുഗർ മാറാത്തത്? അതല്ല എൻ്റെ ശരി. ഞാൻ നിങ്ങൾക്ക് ഗുളികയും മരുന്നല്ലല്ലോ എഴുതി തരുന്നത്. ഞാൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളെ വീട്ടിലുള്ളത് അത് കുറച്ചൊരു ചേഞ്ച് വരുത്തി മര്യാദക്ക് ടൈം ടേബിൾ അനുസരിച്ച് കഴിച്ചാൽ, ഞാൻ പറയുന്ന രൂപത്തിൽ കഴിച്ചാൽ നിങ്ങൾ അസുഖം 100% മാറും എന്നാണ് ഞാൻ പറയുന്നത്. ഏതാ നിങ്ങളെ സ്വീകരിക്കുക? നിങ്ങൾക്ക് വിട്ടെന്ന് ഞാൻ, നിങ്ങളെ ബുദ്ധിക്ക് വിട്ടുമെന്ന് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ, കേൾക്കുന്ന ആൾക്ക് കേൾക്കുക. ആർക്കാണോ മാറണമെന്ന ആഗ്രഹം അവർ സ്വീകരിക്കുക, ആർക്കാ മാറണ്ടെന്ന് ആഗ്രഹം അവർ സ്വീകരിക്കണ്ട. എനിക്കൊരു നിർബന്ധമല്ല, ഞാൻ നിർബന്ധിക്കണേ ഇല്ല, എനിക്കൊരാവശ്യമില്ല. പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഒരു മരുന്ന് ഭക്ഷണമായി കിട്ടിയാൽ, ഭക്ഷണത്തിന് മരുന്നായി കിട്ടിയാൽ എൻ്റെ അസുഖം മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന
1,00,000-ൽ ഒരുവനെ ഞാൻ പ്രതീക്ഷിക്കണുള്ളൂ. 1,00,000-ൽ ഒരുവനെ. അവൻ മുന്നോട്ട് വന്ന് ധൈര്യമായി ചെയ്ത് നോക്കി പരീക്ഷിച്ചിട്ട് ജീവിതത്തിൽ പകർത്തിയാൽ, ഞാൻ വിഷമല്ലല്ലോ പറഞ്ഞിട്ട്, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനാണല്ലോ പറയുന്നത്. അതിലൊരു വിഷ പദാർത്ഥത്തിൽ ചേർക്കാൻ പറയുന്നില്ല. വിഷം നിങ്ങൾ കഴിക്കരുതേന്ന് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ കഴിക്കുന്നതിൽ വിഷം കഴിക്കരുതേന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് ശുദ്ധമായ ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, എൻ്റെ വീഡിയോ കേൾക്കുക, മനസ്സിലാക്കുക. വീഡിയോ കുറേ നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ ഇതിനൊരു 4-5 പാർട്ട് ആക്കിയിട്ടാണ് വിടുന്നത്. എന്നാൽ ഒരു വീഡിയോ ലോങ്ങിലുള്ള വീഡിയോനെ ഷോർട്ട് ആക്കിയിട്ട് ചെറിയ ചെറിയ വീഡിയോ ആക്കിയിട്ട് ഞാനൊരു 5 വീഡിയോ നമ്പർ സഹിതമാണ് വിടുന്നത്. അതിലിങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ട് 1. അപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് ഇങ്ങനെ 1 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുക. അപ്പം നിങ്ങളെ സൗകര്യത്തിനാണ്. എനിക്ക് ഇന്നലെ ബോംബെയിൽ നിന്നൊരു വിളി വന്നു. ഞങ്ങൾക്കിത് കണ്ടതിൻ്റെ വീണ്ടും ചിലപ്പം അടിച്ചു പോകുമ്പോൾ പിന്നെ അത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങൾക്ക് 4 വീഡിയോ ഇടും ഇതേപോലെ. 1, 2, 3, 4. ആ 4 വീഡിയോ നിങ്ങൾ 1 മുതൽ 2 മുതൽ 3, 4 വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പിന്നെയാണ് എന്തെങ്കിലും എന്നോട് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 4 വീഡിയോ ഇതിൻ്റെ മുന്നിൽ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അത് ഹിന്ദിക്കാർക്കില്ല. അത് ബംഗാളിലത്തെ ആൾക്കാർ കാണുന്നുണ്ട്, ബോംബെത്തെ ആൾക്കാർ കാണുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തെ ആൾക്കാരും കാണുന്നുണ്ട്. അവരെ വിവര അടിസ്ഥാനത്തിലാണ് ഞാനിത് ലളിതമായി കുട്ടികൾക്ക് മനസ്സിലാകുന്നത് പോലെ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ ഒരു ലേശം മനസ്സിലാക്കുക. ഇത്ര കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളെ രോഗം മാറാനാണ്. എൻ്റെതും മാറി. അതേപോലെ തന്നെ എൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിങ്ങനെ താഴത്തേക്ക് വന്നിരുന്നു. വന്നിരുന്നു. എൻ്റെ മസിലൊക്കെ ഉടഞ്ഞിരുന്നു, ഇങ്ങനെ ലൂസായിരുന്നു. ഇതൊക്കെ എനിക്ക് ലൂസായിരുന്നു. ഇതെന്തിനാ കാണിച്ചു തരുന്നത് വെച്ചാൽ, അനുഭവിച്ച പ്രയാസം സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത്. കാരണം ഇറച്ചിമന്ന് തോല് വേറെയായി, പ്രസരിപ്പ് നഷ്ടപ്പെട്ട്, ഊർജം നഷ്ടപ്പെട്ട്, മടി, അലസത, കടന്നുറങ്ങിയ കടക്കണം തോന്നും, ഇരിക്കണം തോന്നും, ഊരവേദന, മുട്ടുവേദന, പെരടി വേദന, തലവേദന, പ്രയാസപ്പെട്ടിരുന്നു. നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ മാറാൻ ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കാണുക. അല്ലാത്തവർ ഇത് വീഡിയോ കാണണ്ട. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, വീഡിയോ ഇത് 1ാമത്തെ വീഡിയോ ആണ്. പറഞ്ഞു തരികയാണ്. പറഞ്ഞു തന്നിട്ടാണ് നിങ്ങളത് സ്വീകരിക്കേണ്ടത്. എൻ്റെ ഓരോ വീഡിയോ ആവർത്തിച്ച് കാണുക, രോഗം മാറാൻ ആഗ്രഹമുള്ളവർ. എന്നാൽ നിങ്ങൾ ഒരാൾ കണ്ടാൽ നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറയണ്ട. കാരണം കുറേ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി, നിങ്ങളെ പറഞ്ഞു കൊടുത്താൽ ആ ആൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കിട്ടണം. എങ്ങനെ? ഇപ്പം ഞാൻ പറയാൻ പോണ വിഷയം ഇത്തരമൊന്നും പറയാതെ പെട്ടെന്ന് ആ മരുന്നാണ് പറഞ്ഞു കൊടുക്കണം. മരുന്നിനെ എന്താ കഴിക്കേണ്ടത്, എന്താ കഴിക്കാതെ അതൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടോ എന്നാൽ അവനക്ക് സമാധാനം. 2 മിനിറ്റ് കൊണ്ട് ഈ കൊല്ലങ്ങളോളം മരുന്നും കുടിച്ച് യാതനയൊക്കെ അനുഭവിച്ച് വരുന്ന ആൾക്ക് ഈ ഭക്ഷണം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ആ 2 മിനിറ്റ് കൊണ്ട് കേൾക്കാൻ താല്പര്യമില്ലോലും, 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അസുഖം മാറാൻ താല്പര്യമില്ലോലും തൽക്കാലം ഈ വീഡിയോ കാണണ്ട. ക്ഷമയുള്ളവർ കാണുക. ക്ഷമയുള്ള 10 വട്ടം കണ്ടാലും നിങ്ങളെ ആവശ്യത്തിന് നിങ്ങൾ കാണുന്നത്. ആ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുകയുള്ളൂ. അതിന് ക്ഷമ ആവശ്യമാണ്. ക്ഷമ അല്ലാത്തവന് ഈ അസുഖം മാറില്ല. അത് നടക്കേണ്ടി വരും പേറിയാണ്ട്. മരുന്നും കുടിച്ച് അസുഖമായിട്ട് നടക്കേണ്ടി വരും. അല്ലാത്ത ആളുകൾ കുറേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കുള്ള നിർദ്ദേശമാണ് എൻ്റെത്. അപ്പോൾ 1ാമത്തെ വീഡിയോ ആണിത്. ഇത് ഞാനിവിടെ നോക്കുന്നുണ്ട്. വീഡിയോ നീളുമെന്ന് കണ്ടാൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് 2ാമത്തെ വീഡിയോ ഇടും. അത് കഴിഞ്ഞാൽ 3ാമത്തെ ഇടും. അതെല്ലാം നിങ്ങൾ 1, 2, 3, 4 നിലക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്യുക. വേറെ കുറേ വീഡിയോസ് ഇട്ടുണ്ട്, അതും ഈ കൂട്ടത്തിൽ കൂടെ സമയത്തിനനുസരിച്ച് കാണുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം ഞാൻ കൃത്യമായി സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളൊരു ബുക്കും പെന്നും എടുത്തുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എഴുതിയെടുക്കുക.
ശരിക്കും നിങ്ങൾക്ക് എന്തേ ആവശ്യമുള്ളൂ? എൻ്റെ വീഡിയോ ഒന്നാമത്തേതാണ്, അത് കാണുക. നിങ്ങൾ എഴുതിയേക്കുക ഒന്നാമത്തെ വീഡിയോ, രണ്ടാമത്തെ വീഡിയോ, മൂന്നാമത്തെ വീഡിയോ, നാലാമത്തെ വീഡിയോ, അഞ്ചാമത്തെ വീഡിയോ, ഇന്ന ആവശ്യത്തിന് ഇല്ലാണെങ്കിൽ പറഞ്ഞിരിക്കണേ അത് നെക്കിക്കാണ്. അപ്പം നിങ്ങൾക്ക് അത് മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ, ഡൗൺലോഡ് ചെയ്താൽ, ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇതേപോലുള്ള ഇൻഫോർമേഷൻ, ക്ലാസുകൾ, വർത്തമാനങ്ങൾ നിങ്ങളെ കയ്യിൽ കിട്ടുകയും നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും കേൾക്കാനും അത് ഉപകാരപ്പെടും. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ രീതി, ചെറുപ്പം മുതൽ എൻ്റെ രീതി ഇങ്ങനെ. എനിക്കൊരു സാധനം മനസ്സിലാകണമെങ്കിൽ ഞാനത് മനസ്സിലാക്കിയിരിക്കും. അത് മനസ്സിലാക്കിയതിൻ്റെ ശേഷം എനിക്ക് വേണോ വേണ്ട പിന്നെ ഞാൻ തീരുമാനിക്കും. ഇതിൻ്റെ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന രൂപം തന്നെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കും. അത് ക്ഷമിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. അസുഖം നിങ്ങളതാണ്, എൻ്റെതല്ല. എൻ്റെ അസുഖം ഞാൻ മാറ്റി. നിങ്ങൾ അസുഖം ഇതേപോലെ മാറണമെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഇപ്പം ഇടുന്ന 5 വീഡിയോ എൻ്റെ ഡ്രസ്സ് കാണുക. ഈ കളറുള്ള ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഈ 5 വീഡിയോ ഒരുമിച്ച് ചെയ്യുന്നത്. എന്തിനാ അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ്? നിങ്ങൾക്ക് പേക്കാൻ പാടില്ല. ഞാൻ നിങ്ങളെ കബളിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കബളിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും കുറേ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് പറയാതെ നിന്നൊക്കെ ചെയ്യുന്നത്. എനിക്കതില്ല. എനിക്ക് ഞാൻ പറയുന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നില്ല അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. രണ്ടാമത്തെ വീഡിയോ ഞാൻ പറയുന്നു. ആ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് അതിരാവിലെ എന്ത് ചെയ്യണം വൈകുന്നേരം വരെ എന്നുള്ള വീഡിയോ ആണ് ഇതിൻ്റെ തുടർച്ച. എന്ത് കഴിക്കണം, എന്ത് കഴിക്കാതെക്കണം, എന്ത് ഒഴിവാക്കണം എന്നുള്ള വീഡിയോൻ്റെ തുടർച്ചയാണ് ഈ ആദ്യത്തെ ഒന്നാമത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിൻ്റെ ശേഷം രണ്ടാമത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മൂന്നാമത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നാലാമത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം അഞ്ചാമത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുക. ഒക്കെ വളരെ കുറച്ച് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കൺഫ്യൂഷൻ ആകാതെ നിൽക്കാനാണ് ഞാൻ ഈ രീതി തിരഞ്ഞത്. സാധാരണക്കായ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അവർക്ക് കാണാനും മനസ്സിലാക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ ബുദ്ധിമാനായ ആളുകൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മനസ്സിലാകും. അത് അവർ മനസ്സിലാക്കിയിട്ട് അതേപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്യുക. ഇത് എല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ ആൾക്കാർക്ക്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഞാൻ ഈ ശബ്ദം ഉത്തരവാദിത്തോടുകൂടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ പറയുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. 1 മാസം. ഓക്കെ, വീഡിയോ നീളുന്നുണ്ട്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് അപ്ലോഡ് ചെയ്യും 1 എന്ന് പറഞ്ഞിട്ട്, പിന്നെ രണ്ടാമത്തെ വീഡിയോ ചെയ്യും, പിന്നെ അത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും അയൽവക്കത്തും നിങ്ങളെ വാട്സപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെ വാട്സപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കണ്ടിട്ട് അസുഖം നിങ്ങളെ കാരണത്താൽ മാറിയ ഞാൻ ചെയ്യുന്ന ദൗത്യം പോലെയാണ് നിങ്ങളും അത് ചെയ്യുന്നത്. കാരണം നിങ്ങളെ കാരണത്താലാണ് ആ ആളത് മനസ്സിലാക്കിയത് എന്നുള്ള ഒരു ഉത്തരവാദിത്വം. ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ജ്യേഷ്ഠന്മാരെ, അനിയന്മാരെ, ഇതൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല വീഡിയോസും നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മൾക്കുള്ള ഡാറ്റ തീരുന്നത് വരെ എല്ലാ വീഡിയോസും നെക്കി കാണുന്ന നമ്മൾ ഇങ്ങനെയുള്ളൊരു നല്ലൊരു ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് നന്മ വിചാരിച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നിങ്ങളൊരു യൂട്യൂബ് ഗ്രൂപ്പിൽ തന്നെ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും, നോക്കും. ആവശ്യക്കാരാണെങ്കിൽ അവർ സ്വീകരിക്കും. ഇത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു. എന്നോട് ക്ഷമിക്കണം, ദീർഘിച്ചു പോണതിന്. ഈ ക്ഷമ ഞാൻ ചോദിക്കാൻ പാടില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സമയം, എൻ്റെ ജോലിക്ക് പോകേണ്ട സമയം നിർത്തി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. എനിക്കും എൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങണം, അതിന് ഞാൻ പണിക്ക് പോകണം. അതിൻ്റെ ഇടയിൽ ഈ പണി ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ വിചാരിക്കും അത് വെറുതെ ഒരു തമാശയാണ്. അല്ല സുഹൃത്തുക്കളെ, അല്ല. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.